ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുമ്മാ കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ എടക്കുന്നിലെ വീട്, അതായത് അങ്കമാലിയിലുള്ള എടക്കുന്ന സ്ഥലത്തുള്ള വീട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ വീട്ടിലേക്കൊരു വെർച്വൽ ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ. ഒരു സ്മോൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ കൊച്ചു കൊച്ചു കാഴ്ചകൾ കാണാം. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ അല്ല താമസിക്കുന്നത്, കൊച്ചിയിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറ്റർഡേ സൺഡേ അങ്ങനെയുള്ള ദിവസങ്ങളിലും ഹോളിഡേയ്സിലൊക്കെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാര്യം ടൗൺ ലൈഫിനേക്കാളും നമുക്ക് നല്ലത് നാട്ടിൻപുറത്തെ ജീവിതമാണ് അല്ലേ. അപ്പോൾ എന്തായാലും വീട്ടിലെ കാഴ്ചകൾ കാണാം. എടക്കുന്നിൽ ഞങ്ങളുടെ കൂടുതൽ സ്ഥലവും ഈ ഞങ്ങളുടെ വീട് നിൽക്കുന്ന ഈ പറമ്പിൻ്റെ പുറകിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒത്തിരി സ്ഥലമില്ല, ഏകദേശം ഒരു 10-15 സെൻറ്റ് സ്ഥലമാണുള്ളത്. പിന്നെ റോഡിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ബസ്സുകളോ അങ്ങനെയൊന്നും പോകുന്ന റോഡല്ല, എന്നാൽ തന്നെയും അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മതിലൊക്കെ നന്നായിട്ട് ഒത്തിരി ഹൈറ്റിൽ പൊക്കി കെട്ടിയിട്ട് കുറച്ച് ഫിഷിനെയൊക്കെ നമ്മളിവിടെ ഇട്ടിരുന്നു. അപ്പോൾ ഫിഷിനെയൊക്കെ ചെറിയ മതിലായിരുന്നപ്പോൾ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് മതിലൊക്കെ പൊക്കി കെട്ടി സേഫ് ആക്കിയിരിക്കുന്നത്. ഞങ്ങൾ വരുമ്പോഴാണ് വീട് തുറന്നകത്ത് കയറുന്നത്. ഇത് വീടിൻ്റെ മുൻവശത്ത് നിൽക്കുന്നതൊക്കെ ജാതി മരങ്ങളാണ്. ഞങ്ങൾ ഈ ജാതി മരങ്ങളൊന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് വീട് വെച്ചത്. ഇപ്പം നിറയെ ജാതി മരങ്ങളുള്ളൊരു സ്ഥലമായിരുന്നു. എന്താണ്ടോ ഇവിടെയും ഒരു ജാതി മരമുണ്ട്. ഇത് ഇങ്ങനെ കെട്ടിയൊക്കെയാണ് ചെയ്തത്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഫിഷ് ടാങ്കാണ്. ഇതിന് നേരത്തെ ലോട്ടസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു വൈറ്റ് ജാമ്പ മരമാണ്. ഇത് ഒരു ജാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട്. ജാമ്പങ്ങ നേരത്തെ നിറയെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ആ ജാമ്പങ്ങ ഒന്ന് പറിക്കാനുള്ള ശ്രമമാണ് ഞാൻ. ഇത് കണ്ടോ, ഈ ജാമ്പങ്ങ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് എൻ്റെ അച്ഛൻ എനിക്ക് തന്നു കിട്ടതാണ്. എനിക്കല്ല, ഹസ്ബൻഡിന് തന്നു കിട്ടതാണ്. ഇത് ഒരു വേര് പിടിച്ചൊരു തൈ തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ, അങ്കമാലിയിലെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഈ ജാമ്പങ്ങ ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ അതെടുത്ത് കഴിക്കാറുണ്ട്. അച്ഛൻ തരുന്ന പോലെ ഒരു പ്രത്യേകതയാണ് എനിക്ക്. അപ്പോൾ അച്ഛനില്ലെങ്കിലും അച്ഛൻ തരുന്ന ഒന്നാണ് എനിക്ക് ജാമ്പങ്ങ. ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇതെൻ്റെ ഇവിടുത്തെ ഒരു ചെറിയൊരു ഗാർഡനാണ്. ഒരുപാടൊന്നുമില്ല, ഇപ്പം ആന്തൂറിയം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതൊരു ലൂബി മരമാണിത്. പിന്നെ ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. മൂവാണ്ടിനാണ് അതിന് കായ്കളുണ്ടായിട്ടുണ്ട്. വൈറ്റ് ഫുസാൻഡ. ഇതൊരു മുള്ളാത്തയുടെ ഒരു മരമാണ്. മുള്ളൻചക്ക എന്നൊക്കെ പറയില്ലേ, മുള്ളൻചക്ക. അപ്പോൾ ഇതിൽ കായ്കൾ ഇല്ല. ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ട്. ക്യാൻസറിന് വളരെ നല്ല ഒന്നാണ് മുള്ളാത്ത അല്ലെങ്കിൽ മുള്ളൻചക്ക. ഇതിൻ്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാം. ഉണ്ടോ, അവിടെ കായ്കളുണ്ടായിട്ടുണ്ട്. ഇനി ഇവിടെയാണ് എൻ്റെ സക്കു അല്ലെങ്കിൽ ചിക്കു എന്നൊക്കെ പറയില്ലേ, അത്.
ഇവിടെ ഒരു മാവുണ്ട്. ആ മാവിലേക്ക് പാഷൻ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊരു നാരകമാണ്. നാരങ്ങ ഒരു പ്രത്യേക തരം നാരങ്ങയാണ്. ചെറിയ കായ്കളുണ്ടാകുന്നതാണ്. ബഡ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ഇനത്തിൽപ്പെട്ട അതാണ്. നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പഴുക്കുന്നതിന് ശേഷമാണ് നമുക്ക് ഉപയോഗിക്കണം. ഇത് പഴുത്ത് വരുന്നതാണ്. ചെറുതായിട്ടൊരു കളർ മാറിയിട്ടുണ്ട്, പക്ഷെ നന്നായിട്ട് മഞ്ഞ കളറാകും ഇത്. പിന്നെ ഇവിടെ അടുത്തൊരു ചേച്ചി വന്ന് വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി, അതുപോലെ മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കി ഇടാറുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി നമ്മളിവിടെ പെയിൻറ്റ് ചെയ്തു. ഞങ്ങൾക്ക് വീട്ടിൽ 3 പേർക്കും ഇഷ്ടം റെഡ് കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു റെഡ് മയം ഉണ്ട് അല്ലേ.